ഈ വിലക്കയറ്റത്തിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കും അറിയാം. കാരണം ആഘോഷ സമയങ്ങളൊക്കെ വരികയാണ്. ഫെസ്റ്റിവൽ സീസണാണ് ഏറ്റവും കൂടുതൽ കയ്യിൽ നിന്നും കാശിറങ്ങുന്ന സമയം. കേരളീയരുടെ ആഘോഷങ്ങളിലെ പ്രധാനിയാണ് ബീഫ്, അല്ലേ? പ്രത്യേകിച്ചും ക്രിസ്മസ് കാലത്ത് ബീഫ് VIP ആണ്. ബീഫ് സ്റ്റോളുകളിലൊക്കെ വൻ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ വിപണിയിലെ നേട്ടം കർഷകനുണ്ടോ? എന്താണ് ഫാം ഉടമയ്ക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിലെത്തിയാൽ കിലോയ്ക്ക് 300 മുതൽ 450 വരെയാണ് ബീഫ് വില. ആഘോഷകാലങ്ങളിൽ വൻ വർധനവും പതിവാണ്. എന്നാൽ അന്നും ഇന്നും കർഷകർക്കും ഫാം ഉടമകൾക്കും വലിയ നേട്ടങ്ങൾ ഒന്നുമില്ല. വർഷങ്ങളായി മലപ്പുറത്ത് പോത്തുഫാം നടത്തുന്ന കുഞ്ഞിപ്പ തന്നെ പറയട്ടെ. എന്താണ് ഈ ഒരു ഫാം നടത്തിക്കൊണ്ടാറുള്ള ചെലവും വരവും അങ്ങനെ ഒത്തുപോകും? ചെലവ് കണക്കൂട്ടിയാൽ ഇതൊന്നും മുന്നോട്ട് പോകില്ല. അതാണ് ഇപ്പോൾ ഇത്രയും കമ്മിയാക്കണം. അല്ലെങ്കിൽ മറ്റേ ഇവിടെ ഫുള്ള് പോത്തേക്കാരം. നമ്മൾ ഫുള്ളായിട്ട് ഒരാഴ്ചയിൽ 200-250 പോത്ത് കൊടുത്ത് വെച്ചിരുന്നു. ഇപ്പോൾ എന്ന സ്ഥാനത്ത് ഒരാഴ്ചയിൽ ഒരു 15-20 ലെവലിൽ പോകും. വലിയ നഷ്ടം നഷ്ടം എന്ന് പറഞ്ഞാൽ അതന്നെ തീറ്റക്കൊക്കെ വില കൂടി. തീറ്റക്ക് വില കൂടി, പിന്നെ പണിക്കാർക്ക് കൂലി കൂടി, എല്ലാ പ്രതിസന്ധിയില്ല, ഒക്കെ നഷ്ടത്തിലാണ്. പോത്തിന് പക്ഷേ മാർക്കറ്റിൽ വില കുറയുന്നില്ല. പോത്തിന് കൂടിക്കൊണ്ടേ ഇരിക്കുക, ആഴ്ചയിൽ കൂടിക്കൊണ്ടേ ഇരിക്കുക. ക്രിസ്മസ് ആകുമ്പോൾ പിന്നെ ഒരു പോത്തിന് ഇപ്പോൾ നമ്മൾ വാങ്ങാൻ കൊടുത്ത് 350-400 മാർക്കറ്റാവും. നമുക്ക് ഇവിടെ വിറ്റാൽ കിട്ടും എത്ര 300 മാർക്കറ്റ് കിട്ടാം. അല്ല, ഒരു 300 നമുക്ക് കിട്ടാൻ ഇവിടെ പണിയാണ്. നേരെ മറിച്ച് മാർക്കറ്റ് നമ്മൾ ചെന്നാൽ 350-400 അപ്പം ഇന്നലെയൊക്കെ മാർക്കറ്റിൽ കന്ന് വാങ്ങാൻ പോകുക, തിരിച്ചു വന്നുക. വില കൂടുമ്പോൾ അതിൻ്റെ ആനുകൂല്യം കർഷകനും കൂടെ കിട്ടാൻ എവിടെ നിന്ന് കിട്ടണം? കർഷകന് കിട്ടുന്നില്ല. അപ്പോൾ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ വിപണിയിൽ ഇങ്ങനെ വില കയറും. ബീഫ് സ്റ്റാളിലൊക്കെ നല്ല തിരക്കാണ്. പക്ഷെ അതൊന്നും കർഷകൻ്റെ പോക്കറ്റിലേക്ക് എത്തുന്നില്ല. വില കുറഞ്ഞാലും കൂടിയാലും ഒക്കെ കർഷകനെന്നും ഒരേ സ്ഥിതിയാണ്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.